കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഹെവി സെല്ലിംഗ് വന്നതും വരും സമയങ്ങളിൽ കൂടുതൽ ഇടിയാൻ സാധ്യതയുള്ളതുമായ രണ്ട് സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തേത് അവന്യൂ സൂപ്പർമാർട്ട്. സ്റ്റോക്ക് 4.4% ഇടിഞ്ഞ് 4725 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 3 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 116, 52 വീക്ക് ലോ 3620, 52 വീക്ക് ഹൈ 5485. അവന്യൂ സൂപ്പർമാർട്ട് ഒരു മാസം കൊണ്ട് 12%-ലേറെ കറക്റ്റായി. ഇയർ ടിൽ ഡേറ്റിൽ സ്റ്റോക്ക് 16% റിട്ടേണും കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 22%-നടുത്ത് റിട്ടേണും നൽകി. അവന്യൂ സൂപ്പർമാർട്ടിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് വ്യാഴാഴ്ച പുറത്തു വന്നിരുന്നു. ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനാണ് വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ കാണാൻ സാധിച്ചത്. ഇവിടെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൻ്റെ പശ്ചാത്തലത്തിൽ പല ബ്രോക്കേജുകളും കമ്പനിയിൽ സെൽ എന്ന റേറ്റിംഗ് നൽകുകയും ഇൻവെസ്റ്റേഴ്സ് കോഷ്യസ് ആയതുമാണ് സ്റ്റോക്ക് ഇടിഞ്ഞതിന് പിന്നിലെ പ്രധാന കാരണം. കമ്പനി പുറത്തുവിട്ട ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ 2024 സെപ്റ്റംബർ ക്വാർട്ടറിലെ റവന്യൂ കഴിഞ്ഞ വർഷത്തേക്കാൾ 12,307 കോടിയിൽ നിന്നും 14,050 കോടിയിലേക്ക്, അതായത് 14.2% വളർച്ച കൈവരിച്ചു. 2023 ഫിനാൻഷ്യൽ ഇയറിൽ സെപ്റ്റംബർ ക്വാർട്ടറിൽ 10,384 കോടി രൂപയുടെ റെക്കോർഡഡ് റവന്യൂവും 22 ഫിനാൻഷ്യൽ ഇയറിൽ 7,649 കോടിയുടെ റെക്കോർഡഡ് റവന്യൂവുമായിരുന്നു കമ്പനി നേടിയത്. കൂടാതെ ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 377 രേഖപ്പെടുത്തുകയും ചെയ്തു. പ്രമുഖ ബ്രോക്കേജ് ഫീമായ സിറ്റി ഗ്രൂപ്പ് സ്റ്റോക്കിന് സെൽ എന്ന റേറ്റിംഗും 3,350 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ മാർക്കറ്റ് അല്ലെങ്കിൽ സിറ്റി എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ താഴ്ന്ന രീതിയിലുള്ള റവന്യൂ ഗ്രോത്താണ് കമ്പനി റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. 19% റവന്യൂ ഗ്രോത്ത് പ്രതീക്ഷിച്ചെടുത്ത് 14.2% റവന്യൂ ഗ്രോത്ത് മാത്രമേ കമ്പനിക്ക് നേടാൻ സാധിച്ചുള്ളൂ. കൂടാതെ റവന്യൂ പെർ സ്റ്റോർ 6.5% പ്രതീക്ഷിച്ചെടുത്ത് 2.9%-നടുത്ത് റവന്യൂ പെർ സ്റ്റോറാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗോൾഡ്മാൻ സാൻസും സ്റ്റോക്കിന് സെൽ എന്ന റേറ്റിംഗും 4,050 രൂപയുടെ ടാർഗറ്റ് നൽകി. ഗോൾഡ്മാൻ സാൻസിൻ്റെ റാഷണൽസ് നമ്മൾ പരിശോധിച്ചാൽ സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് ഇടിഞ്ഞതാണ് ഗോൾഡ്മാൻ സാൻസ് ഡിമാർട്ടിന് സെൽ എന്ന റേറ്റിംഗ് നൽകാനുള്ള പ്രധാന കാരണം. ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് മോശമായതിനെ തുടർന്ന് പല ഗ്ലോബൽ ബ്രോക്കേജുകളും സെൽ എന്ന റേറ്റിംഗ് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഡിമാർട്ട് എന്ന സ്റ്റോക്ക് ഇടിഞ്ഞത്. ഇനി ചില ബ്രോക്കേജ് ഏജൻസികൾ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും നൽകുന്നുണ്ട്. മോർഗൻ സ്റ്റാൻലി ഓവർവെയ്റ്റ് എന്ന റേറ്റിംഗും 5,769 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയത്. ഇവിടെ കമ്പനിയുടെ റവന്യൂ മാർക്കറ്റ് എസ്റ്റിമേഷനെ മീറ്റ് ചെയ്തില്ല എങ്കിലും ഓപ്പറേഷണൽ മെട്രിക്സ് ഇംപ്രൂവ് ആയതിൻ്റെ പശ്ചാത്തലത്തിലാണ് മോർഗൻ സ്റ്റാൻലി ബൈ എന്ന റേറ്റിംഗ് നൽകിയത്. മാക്വറിയും ഓവർവെയ്റ്റ് എന്ന റേറ്റിംഗും 5,600 രൂപയുടെ ടാർഗറ്റ് നൽകി. മാക്വറിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് കമ്പനിയുടെ റവന്യൂ മെട്രിക്സ് ഇംപ്രൂവ് ആയിട്ടുണ്ട്. കൂടാതെ ബെയിൻസ്റ്റൺ എന്ന ബ്രോക്കേജ് ഏജൻസിയും സ്റ്റോക്കിന് ഓവർവെയ്റ്റ് എന്ന റേറ്റിംഗും 6,300 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. ഓർഗനൈസ്ഡ് സെക്ടറിൽ നിന്നും റീറ്റെയിൽ സെക്ടർ ഓർഗനൈസ്ഡ് സെക്ടറിലേക്ക് മാറുന്നതും ഓർഗനൈസ്ഡ് സെക്ടറിലെ ഒരു എഫിഷ്യൻ്റ് പ്ലെയറായി കമ്പനി രൂപപ്പെട്ടതിൻ്റെയും പശ്ചാത്തലത്തിലാണ് ബെയിൻസ്റ്റൺ എന്ന ബ്രോക്കേജ് ഏജൻസി ബൈ എന്ന റേറ്റിംഗും 6,300 രൂപയുടെ ടാർഗറ്റ് നൽകിയത്. ഡിമാർട്ടിൻ്റെ കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ അല്ലെങ്കിൽ ജൂൺ ക്വാർട്ടറിൽ കമ്പനിയുടെ റവന്യൂ 17.5% വർദ്ധിച്ച് കമ്പനിയുടെ പ്രോഫിറ്റ് 17.5% വർദ്ധിച്ച് 688 കോടിയിൽ നിന്നും 773 കോടിയിലേക്ക് എത്തുകയും റവന്യൂ 18.6% വർദ്ധിച്ച് 11,765 നിന്നും 14,069 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം 18%-ഓളം കൺസോളിഡേറ്റഡ് റവന്യൂ ഗ്രോത്ത് വന്നെടുത്ത് ഇപ്പോൾ 14.2% റവന്യൂ ഗ്രോത്താണ് വന്നിരിക്കുന്നത്. സ്റ്റോക്ക് 4,750 എന്ന ലെവലിലേക്ക് ഇടിഞ്ഞു. 4,750 ഒരു സപ്പോർട്ട് സോൺ തന്നെയാണ്. ഇവിടെ നിന്നും ഈ സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ 4,250, 4,000, 3,750 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഇടിയാനുള്ള പോസിബിലിറ്റി ഉണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടത്. കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് 150 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 1.25 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 60, 52 വീക്ക് ഹൈ 188, 52 വീക്ക് ലോ 146, 52 വീക്ക് ലോയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. ഒരു മാസം കൊണ്ട് 8.5% നെഗറ്റീവ് റിട്ടേൺ ആണ് സ്റ്റോക്ക് നൽകിയത്. ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 1 ലക്ഷം കോടി കടന്നതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഉയർന്നത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് കൂടിയാണ്. ബജാജ് ഫിനാൻസ് റീസെൻ്റ്ലി മാർക്കറ്റിൽ 150 രൂപയ്ക്ക് അടുത്തായിട്ടാണ് ലിസ്റ്റഡ് ആയത്. അവിടെ നിന്നും സ്റ്റോക്ക് 150 എന്ന റേഞ്ചിനടുത്ത് ഇപ്പോൾ ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. ബജാജ് ഫിനാൻസിൻ്റെ ഒരു സബ്സിഡറി കമ്പനിയായ ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ഇൻഡിവിജ്വൽസിനും അതുപോലെ തന്നെ കോർപ്പറേറ്റിനും ആവശ്യമായ ഹോംസ്, കൊമേഴ്ഷ്യൽ സ്പേസസ് എന്നിവ പർച്ചേസ് ചെയ്യുന്നതിന് ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്.
കൂടാതെ കമ്പനി കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസിൻ്റെയും റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസിൻ്റെയും കൺസ്ട്രക്ഷൻ ഡെവലപ്മെൻറ്റ് പോലുള്ള ആക്ടിവിറ്റികളിലും ഇൻവോൾവ്ഡ് ആയിട്ടുണ്ട്. HSBC എന്ന ബ്രോക്കേജ് ഏജൻസി ബജാജ് ഹൗസിംഗ് ഫിനാൻസിന് സെൽ എന്ന റേറ്റിംഗും 27% ഡൗൺ സൈഡിലുള്ള ടാർഗറ്റും നൽകിയതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന മറ്റൊരു അപ്ഡേറ്റ്. 110 രൂപയുടെ ടാർഗറ്റാണ് ബജാജ് ഹൗസിംഗ് ഫിനാൻസിന് HSBC നൽകിയത്. 180 രൂപയിൽ നിന്നും 110 രൂപയുടെ ഡൗൺ സൈഡിലേക്ക് സ്റ്റോക്ക് ഇടിയാൻ സാധ്യതയുണ്ടെന്നാണ് HSBCയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി HSBC സ്റ്റോക്ക് ഇടിയുമെന്ന് പറയുന്നതിന് പിന്നിലെ പ്രധാന കാരണം കമ്പനിയുടെ വാല്യൂഷനുമായി ബന്ധപ്പെട്ട കൺസേൺ തന്നെയാണ്. ഇപ്പോൾ കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയറിലും ROEയും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നെങ്കിലും സ്ലോവർ ഗ്രോത്തിൻ്റെ പശ്ചാത്തലത്തിൽ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിന് മുകളിൽ പ്രഷർ വരാനും കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയർ ഇടിയാനും സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ NBFC സെക്ടറിലെ ഒരു ലാർജസ്റ്റ് കമ്പനി ആയതുകൊണ്ട് ഉയർന്ന ROEയും സ്റ്റേബിൾ ഗ്രോത്ത് ഔട്ട്ലുക്കും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുകൊണ്ട് സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്കോ അല്ലെങ്കിൽ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ വരാനോ സാധ്യതയുണ്ട്. 17% എന്ന ഓൾ ടൈം ഹൈ ROEയിൽ നിന്നും ROE 10%ലേക്ക് ഇടിയാൻ സാധ്യതയുണ്ടെന്നും അനലിസ്റ്റുകൾ പറയുന്നു. കൂടാതെ ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ IPO ലിസ്റ്റിംഗ് പ്രൈസ് IPO പ്രൈസ് 70 രൂപയ്ക്ക് അടുത്തായിരുന്നു. IPO പ്രൈസിൽ നിന്നും സ്റ്റോക്ക് ഉയർന്ന സൈഡിൽ ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. ബജാജ് ഹൗസിംഗ് ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം 146 തന്നെയാണ് പ്രധാന സപ്പോർട്ട്. 146 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ സ്റ്റോക്ക് ഇടിയാനും ബിയറിഷ് ട്രെൻഡിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.